റൂർക്കിയുടെ മതിലയാടി എന്നിട്ട് നിന്റെ ഹോസ്റ്റലിന്റെ മുമ്പിൽ ഒന്ന് നിന്ന് ഞാൻ ഡോറ് തുറന്നു റൂമിൽ കയറി കേറിയിട്ട് പറ. എന്നിട്ട് എന്താണ് സ്ഥിരം ചെയ്യാറുള്ളൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാമൽ. ആ സച്ചിൻ കിടപ്പുണ്ടെന്നവിടെ അവള് നീക്കും. യു സച്ച് എ ടേൺ ഓഫ് അമ്മൽ. പിന്നല്ലാണ്ട് അവനെ കേൾപ്പിച്ചിട്ട് ഞാൻ എങ്ങനെ എന്നാ പിന്നെ സച്ചിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. പോയാ ആ പോയി. According to the problem, his expenditures and savings are 60 and 40 respectively. Vishal, വാർഡിനില്ലേ പണ്ടി? സച്ചിൻ സാർ താനാരാണ് കാതൽ കൊണ്ടേലിന് തനുഷ ക്ലാസ്സിൽ കിടന്നുറങ്ങാൻ? തന്റെ വീട് ആലുവയിലല്ലേ? അപ്പൊ അവിടെ കിടന്നുറങ്ങിയാ പോരെ, ഇങ്ങോട്ട് എന്തിനാ വന്നത്? അല്ല, ഇന്നലെ മര്യാദക്ക് ഉറങ്ങാൻ പറ്റിയില്ല സാറേ. രാത്രി കക്കാൻ പോയാ? അതല്ല, കട്ടിൽ അവൻ്റെ കയ്യിലായിരുന്നു. കട്ടില? എടോ, തന്റെ കൂർക്കം വലി കാരണം എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല, എന്റെ ഫോക്കസ് പോണ്. സോറി. കൂർക്കം വലിക്കാതെ ഉറങ്ങാൻ പറ്റോ? ആ ഒന്ന് ഉറങ്ങിക്കോ. നല്ല സാർ. എവരിബഡി ലിസൺ. നോ വൺ സ്ലീപ്പ് ഇൻ മൈ ക്ലാസ് എക്സെപ്റ്റ് സച്ചിൻ. കിടന്നോ? നിനക്ക് എൻ്റെ കൂടെ റൂമിൽ വന്നിരുന്ന് പഠിച്ചാൽ എന്താണ്? സച്ചിനെ, നീ ഇത്ര ഉഴപ്പാണെന്ന് അറിഞ്ഞിരുന്നു നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരില്ലായിരുന്നു കേട്ടാ. പൈസയൊക്കെ വിളിച്ചോണ്ടിരിക്കുകയാണ് എന്നെ ചെന്നൈയിലേക്ക്. ഞാൻ ഇതൊക്കെ വിട്ടിട്ട് ചെന്നൈ പോയാലോ എന്ന് ആലോചിക്കണം. UK പോണവരെ ഞാൻ അവിടെ കൂടാം. എടാ, നീ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യും. നീ എന്നെ നോക്ക്, ഞാനൊക്കെ ഒറ്റ ഗോളുമായിട്ടാണ് മുമ്പോട്ട് പോണത്. ആ ഒറ്റ ഗോൾ എന്താണെന്ന് എനിക്കറിയാം. IIT റൂർക്കിയുടെ മതിലിയാടി അവളുടെ കിടപ്പറയൊക്കെ താനല്ലേ. എടാ, നീ മൊത്തം കേൾക്കാറുണ്ടോ? പിന്നല്ലാണ്ട് മനുഷ്യൻ കിടക്കണ സമയത്താണ് ഒരുമാതിരി കോണ അതും അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും. അതിലൊരു ഭാവി ഉണ്ട് മോനെ. നീ അവളെ കുണുവാവേന്നാണല്ലോ വിളിക്കുന്നത്. എടാ, അത് ഞാൻ കിടന്ന് പിണയാണ്ട് കഴിക്കത്. എല്ലാരും ഈ കുണുവാവെന്നുള്ള ആ ഒരു ഇത് എടുത്തേക്കുവാണ്. ഒന്ന് പോ സാറേ, ഒന്ന് കണ്ട തെലുങ്കന്മാരെ ഹിന്ദിക്കാരുടെ മുമ്പിൽ മനുഷ്യനെ നാണം കെടുത്തിട്ട് ഇപ്പൊ കമ്പനി അടിക്കാൻ വന്നേക്കണം. എടാ, ക്ലാസ്സിൽ ഞാൻ ഒരു കർക്കശക്കാരനായ അധ്യാപനം ഇവിടെ നിങ്ങളുടെ സുഹൃത്താണെന്ന് നിനക്കറിയില്ലേ? ഞാൻ ഈ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോണു സാറേ. നല്ല തീരുമാനം. നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂലെന്ന്. ഞാൻ പിന്നെ നിന്നെ വിഷമിപ്പിക്കണ്ടെന്നത് പറയായിരുന്നേണ്. ആ, അടുത്താഴ്ച കല്യാണത്തിന് വരൂലേ? ഫുഡൊക്കെ നമ്പറിന് വെച്ചേക്കണേണ്, വേസ്റ്റ് ചെയ്യാൻ പറ്റൂല. വരാം സാർ. നോക്കിയോ? എടാ, നമുക്കിതിന്റെ കല്യാണത്തിന് പോയാലോ? നിനക്ക് വല്ല പ്രാന്തണ്ടാ? അത് ആന്ധ്രയിലെറ്റാണ്. ഈ ചൂടത്ത് ബസ്സും കയറി വെറുതെ. ഒരു കാര്യം ചെയ്, ബസ്സൊന്നും വേണ്ട, ഞാൻ വണ്ടി ഒപ്പിക്കാം. വണ്ടിയാ? ഏത് വണ്ടി? ഞാൻ ഒപ്പിച്ചോളാം. എങ്ക സാപ്പിട്ടാലും എന്താ കയ്യന്തി പാവം മാത്രം വരുമാ. പ്രേമലു എന്ന് പറഞ്ഞ സിനിമയിലെ വളരെ രസകരമായിട്ടുള്ള ഒരു സീനാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു അധ്യാപകൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻസിനെ, ഉറങ്ങുന്ന ഒരു സ്റ്റുഡൻസിനെ വിളിച്ചിട്ട് എന്തിനാ ഉറങ്ങിയത്, അപ്പം കാര്യം പറയുമ്പോൾ എന്നാൽ നീ വീണ്ടും കിടന്ന് ഉറങ്ങിക്കുക എന്ന് പറയുന്ന ആ സീൻ വളരെ രസകരം. കാര്യം നമ്മൾ എങ്ങ് കണ്ടിട്ട് നമ്മളാണെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് നല്ല തല്ലുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ആ സാറ് വിളിച്ചിട്ട് പറയും കിടന്ന് ഉറങ്ങിക്കോ, ഒന്നുകൂടെ വിളിച്ചത്, പക്ഷേ എനിക്ക് ബുദ്ധിമുട്ട് വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നല്ല രസകരമായിട്ടാണ് അവരത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ സീൻ. പിന്നെ എടുത്തിരിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് അവർ ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള ടോക്ക്. ഒരു സാറെന്ന നിലയിലല്ല പിന്നെ നസ്ലനോട് സംസാരിക്കുന്നത്. ആ ഒരു രീതിയിൽ എടുത്തിരിക്കുന്ന ടോക്ക് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ ഈ സീനൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റുകൾ ഇടുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.